അച്ഛൻ മരിച്ചല്ലോ, ഇനി അമ്മ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. എന്തോന്നാണ് അമ്മയുടെ കാര്യത്തിൽ തീരുമാനം? എന്തോ തീരുമാനം? എനിക്ക് ഇവരെ കൊണ്ടുപോകാനൊന്നും പറ്റൂല. ഞാൻ ഒന്നാം ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അവിടെ ഫുള്ള് സ്റ്റാൻഡേർഡ് ആൾക്കാരാണ് ഉള്ളത്. അതിന്റെ ഇടയിൽ എനിക്ക് ജോലിക്കും പോകണം. എനിക്ക് അതിന്റെ ഇടയിൽ ഇവരെ കൊണ്ട് പോകാനൊന്നും പറ്റൂല. പിന്നെ എന്തോന്നോ ഞാൻ കൊണ്ടുപോകണോ? എനിക്കൊന്നും പറ്റൂല. ചേച്ചിക്ക് മാത്രം ജോലിക്ക് പോയാൽ മതിയാ? പിന്നെ സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാർ, ഞാൻ സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരുള്ള നാട്ടിൽ തന്നെ ഞാനും താമസിക്കണം. എനിക്ക് പറ്റൂലെന്ന് വെച്ചാൽ പറ്റൂല എന്നെ കൊണ്ടുപോകാൻ. നിങ്ങൾ എന്തോന്ന് വെച്ചാൽ ചെയ്യും, ഞാൻ ഇപ്പൊ എന്റെ വീട്ടിൽ പോകും. എങ്കിൽ ശരി, നമുക്ക് രണ്ടുപേർക്കും ബുദ്ധിമുട്ടില്ലാത്ത ഒരു കാര്യം ഞാൻ പറയാം. നമുക്ക് വരെ ഹോളിഡേജ് ഹോമിൽ കൊണ്ടാക്കാം. ആ, അത് തന്നെ ഞാനും പറയാൻ വന്ന. എത്ര രൂപയെന്ന് വെച്ചാൽ രണ്ടുപേർക്കും കൂടെ ഷെയർ ഇടാം. ഒരാളെ മണ്ടയിൽ മാത്രം വയ്ക്കാൻ പറ്റൂലേ? എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ അടി ഉണ്ടാക്കണ്ട. അമ്മ ഇവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. അമ്മയെ കുറിച്ച് ആലോചിച്ച് ആരും ബുദ്ധിമുട്ടണ്ട. ഞാൻ നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ചാൽ എന്റെ മക്കളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങോട്ടും വരൂല. നിങ്ങൾ പൊയ്ക്കോ. അച്ഛൻ്റെ ഓർമ്മ മാത്രം മതി എനിക്ക് ഇവിടെ ജീവിക്കാൻ. പൊയ്ക്കോ. ഓ, എന്തോരു വെയിലടി ഇത്. ഓ, ഭയങ്കര വെയിൽ തന്നെ ചേച്ചി. ഓണത്തിന് മുമ്പുള്ള വെയിൽ ചേച്ചി. നോക്കി ചേച്ചി, ആ സുമീര മോള് പറഞ്ഞ നോക്കി ചേച്ചി. അയ്യോ, ഈ പെണ്ണ് എന്തോന്ന് ചാട്ടം കിടന്ന് ഫോണില്. എന്നാലും എന്റെ മോൻ കാണിച്ചു തന്നെ. കണ്ണടി അവത്ത് വിട്ടേക്കല്ല. നമ്മളൊന്നും അങ്ങനെ പോയിട്ടില്ല. നമ്മളെ വീട്ടുകാർ വിട്ടിട്ടില്ലേ. ഓ, കൂട്ടുകാരിയുടെ വീട്ടിൽ പോണം. വീഡിയോ ഒക്കെ കാണാൻ കേട്ടാ നമ്മള്. കൊള്ളാം. പൈസ ഒക്കെ കിട്ടണം മക്കളെ. ഈ നോണക്കൂട്ടങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞുണ്ടാക്കണം എന്തോ. ഓ, കൂട്ടുകാരിയുടെ വീട്ടിൽ ചുമ്മിടെ ആണുങ്ങളോട് കൊഞ്ചിക്കൊഴയാൻ വേണ്ടി പോണതേ. തന്നെ ചേച്ചി തന്നെ. കൊച്ചൊന്നും തിന്നൂലേടേ. ഒന്നും തിന്നൂല ചേച്ചി. ഒരു വക പെണ്ണ് തിന്നൂല. നോക്കേച്ചി നോക്കേച്ചി, സുമീര മോള് ചേച്ചി. പൊന്നോ, പുതിയ കാറ്, പുതിയ വീട്, ഈ പെണ്ണ് കേറിയ കേറ്റം. സിനിമയിലൊക്കെ കൊണ്ടുവന്നിപ്പം പുതിയതില്ലേ? അറിഞ്ഞു ചേച്ചി, അറിഞ്ഞു. ഇങ്ങനെ നടക്കണോൾക്ക് പിന്നെ സിനിമ കിട്ടാതിരിക്കും ചേച്ചി. ഓ, എന്തൊരായിരുന്നല്ലേ. ഓ, നക്കി തന്നെ നല്ലിപ്പില്ലാത്ത ഇടത്തായിരുന്നു. ഇപ്പൊ നോക്കിയാണ്. എവിടെ പോയേക്കളെ? ഇപ്പൊ പറഞ്ഞേയുള്ളു. സിനിമ കണ്ടേട്ടാ, കൊള്ളാം. നല്ല സിനിമ അല്ലേ? ഓ, പിന്നെ അന്നേ നമ്മള് പറഞ്ഞില്ലേ ഈ കൊച്ചു എവിടെയെങ്കിലും എത്തുമോ? അന്നേ ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയണതെന്ന് വെറുതെ ആവൂല. ഓ, നന്നായി കണ്ടല്ല അത് മതി അല്ലേ? ഓ, പിന്നെ നമ്മളെ നാട്ടുകാരിയെന്ന് പറയാ. ആരൊക്കെ നല്ലത് പറഞ്ഞില്ലെങ്കിലും മാമി എന്നെ കുറിച്ച് നല്ലതേ പറയുള്ളൂ എനിക്കറിയാം. നോണക്കൂട്ടങ്ങൾ എന്നെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞെന്ന് എനിക്കല്ലേ അറിയാവൂ. രമ്യ, രമ്യ, നീ അറിഞ്ഞാ താഴത്തെ വീട്ടില് ഡാൻസ് പഠിപ്പിക്കണമെന്ന്? ടീച്ചർ വീട്ടിൽ വന്നാണ് പഠിപ്പിക്കണം. നിന്റെ മോള് പോണണ്ടാ? ഓ ഇല്ല ചേച്ചി, വിടുന്നില്ല. ഇടി വിടറേ. നിന്റെ കൊച്ചു സ്കൂളിൽ കോമ്പറ്റീഷനൊക്കെ ഫസ്റ്റ് അല്ലേ? നല്ല കളിക്കണ കൊച്ചില്ലേ, നീ വിട്. ഓ, ഇപ്പൊ നടക്കൂല ചേച്ചി. സ്കൂളിൽ വിടുന്നത് തന്നെ ഭയങ്കര കഷ്ടപ്പാടിലാണ്. ഇനിയിപ്പോ ഡാൻസും കൂടെ ഒന്നും പറഞ്ഞ് അങ്ങോട്ട് ചെന്ന ആ മനുഷ്യനെ കൊല്ലും. പൈസയാണ് പ്രശ്നം. അത് ഞാൻ കൊടുത്തോളാം, നീ കൊച്ചിനെ വീട്. അയ്യോ വേണ്ട ചേച്ചി, വേണ്ട. ഞാൻ കൊടുത്തോളാം പൈസ. അവർ രണ്ടുപേരും ഒത്തുപോയങ്ങ് പഠിച്ചോളും. എടി നീ അറിഞ്ഞാ അണ്ടാ അപ്പുറത്തെ രമ്യരെ മോളെ ഡാൻസ് പഠിപ്പിക്കണം ഞാനാണ്. 1500 രൂപ രണ്ടുപേരെ കൂടെ. ഞാനാണ് പൈസ കൊടുക്കണ. എവിടെ പോയി ചേച്ചി? വനജേരി വീട് വരെ പോയത്. അവിടെ ഡാൻസ് പഠിപ്പിക്കാൻ ടീച്ചർ വീട്ടിൽ വന്നാണ് പഠിപ്പിക്കണം. എൻ്റെ കൊച്ചും ഉണ്ട്, നമ്മളെ രമ്യരെ കൊച്ചും ഉണ്ട്. ഞാനാണ് പൈസ കൊടുക്കണ. എന്നാ ചേച്ചി പൈസ? മോളെ ഡാൻസിന് ചേച്ചി കൊടുത്ത പൈസ വേണ്ടേ? അതിന് നിന്റെ ആര് പൈസ വെച്ച്? ചേച്ചി ഈ ഫീസ് പിടിക്കും. ചേച്ചിയാണ് എന്റെ മോക്ക് ഫീസ് കൊടുക്കുന്നത്. നാട് മുഴുവൻ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഞാൻ അറിഞ്ഞു. ചേച്ചി അതുകൊണ്ട് ഫീസ് പിടിക്കും. അടുത്ത മാസം മുതൽ എന്റെ മോള് ഡാൻസ് ക്ലാസ്സിന് വരുന്നില്ല. ഇത് കൊള്ളാല്ലേ? നോക്കളെ, ഇനി വെള്ളം കുടിച്ചിട്ടിരിക്കേ. നോക്കളെ, തള്ളി നിങ്ങളടുത്ത് ആരിപ്പോ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞത്? നിങ്ങളെ വെള്ളം വേണ്ട, ഒന്നും വേണ്ട, തള്ള പോയാണ്. അല്ലോക്കളെ, ഞാൻ വിചാരിച്ചു നിങ്ങള് വെള്ളം താഴ്ചിരിക്കുമെന്ന്. നീ ഒന്നും വിചാരിക്കല്ലേടി, ആ തള്ളയ്ക്കൊരു മാനേഴ്സ് ഇല്ലാത്ത തള്ളതാ. വീറും വൃത്തിയും ഒന്നുമില്ല. പാവോടി, നീ എന്തായാലും അമ്മ എങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. ഒരു വെള്ളം കൊണ്ടുവന്നതിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അമ്മ ഇല്ലാതിരിക്കുമ്പോഴേ നിനക്ക് അമ്മയുടെ വിഷമം മനസ്സിലാവുള്ളൂ. അമ്മ ഇല്ലാത്ത എനിക്ക് നല്ലപോലെ മനസ്സിലാവും ഇപ്പൊ അമ്മയുടെ വിഷമം. ഇതൊക്കെ എത്ര രൂപ? ഒരു പാവയ്ക്ക് 50 രൂപയുള്ളൂ. ഒരെണ്ണം എടുക്കട്ടെ? ആ, എടുത്തോ. മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ എടുത്തോ. ഒരു പാവയ്ക്ക് എത്ര രൂപ? ഒന്നിന് 50 രൂപയുള്ളൂ. ഇഷ്ടമുള്ളവരെണ്ണം എടുക്കട്ടെ? ഓ, ഇഷ്ടമുള്ള എടുത്തോ. പൈസ എന്നാ? അതെ അതെ, ഇത് പൈസ കൂടുതലുണ്ടല്ലോ, ബാക്കി വേണ്ടേ? ഞാൻ തന്നെ 500 നോട്ടാണെന്ന് എങ്ങനെ മനസ്സിലായി?
അപ്പൊ നേരത്തെ ആള് പൈസ കുറച്ച് തന്നേന്ന് മനസ്സിലായോ? തെണ്ടാൻ വയ്യാത്തോണ്ടാണ് ഞാൻ ഈ ഒരു ജോലിക്ക് ഇറങ്ങിയത്. അപ്പൊ എന്നെ പറ്റിക്കണമെന്നുണ്ടെങ്കിൽ അവർ എന്നെക്കാൾ കഷ്ടതയിലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അവരുടെ അടുത്തൊന്നും പറയാത്തത്.